ഇവിടെ ഗുരുദേവ ലക്ഷാർച്ചന നടക്കുന്നു. ലക്ഷാർച്ചന, ലക്ഷമെന്ന വാക്ക് സമ്പത്തിന്റെ കണക്കെടുത്താൽ ഇപ്പോൾ വളരെ ചെറുതാണല്ലേ. എന്നെ ഇവൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുവൻ മാഷോട് പരാതി പറഞ്ഞു, എന്റെ അച്ഛനെ അപമാനിച്ചു. എന്താണ് അച്ഛനെ അപമാനിച്ചത്? എന്റെ അച്ഛൻ ലക്ഷപ്രഭുവാണെന്ന് പറഞ്ഞു. ലക്ഷപ്രഭു എന്ന് പറഞ്ഞാൽ ദരിദ്രവാസിയാണ്, കോടീശ്വരനാണെന്ന് മുമ്പ് പറഞ്ഞാലേ എന്തൊക്കെ ഒരു വിലയുള്ളൂ എന്ന് പറഞ്ഞൊരു തമാശയും. അതുപോലെ ലക്ഷമെന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അർച്ചന എന്ന് പറയുന്നത് ലക്ഷം ഒരു വലിയ സംഖ്യ തന്നെയാണ്. ആ 1,00,000 തവണ നമ്മൾ അർച്ചന നടത്തുമ്പോൾ, മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ, പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, വിളക്കുകൾ തെളിയിക്കുമ്പോൾ, ആരതി സമർപ്പിക്കുമ്പോൾ, ആ ലക്ഷാർച്ചനയിൽ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ വരികളിലൂടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാനാണ് ലക്ഷാർച്ചന നടത്തുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ലല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ ഗുരുമന്ദിരം തുറന്നോ? ക്ഷേത്രങ്ങൾ തുറന്നോ? എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നില്ലേ? ഗണപതിയെ പറ്റി സ്തുതിക്കുന്നൊരു ശ്ലോകമുണ്ടല്ലോ, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേയഹം ഗണനായകം. ഇതിന്റെ അർത്ഥം എന്താ? ഏകദന്തം, ഒറ്റക്കൊമ്പനാണ് ഗണപതി. 2 കൊമ്പുണ്ടായിരുന്നു, പരശുരാമൻ വെട്ടിക്കളഞ്ഞതാണ്. മഹാകായമാണ്, വലിയ ശരീരമാണ്. തപ്തകാഞ്ചന സന്നിഭമാണ്, വിളക്കിയെടുത്ത കനകം പോലെ തിളങ്ങുന്നതാണ്. ലംബോദരം, ലംബം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കെല്ലാം അറിയാം, ലംബമായ വര, കുത്തനെയുള്ളത്. ഉദരം, വയറ്. ലംബോദരൻ, ഉയർന്ന വയറുള്ളവൻ. ദാമോദരൻ, കയറുകൊണ്ട് വയറ് ബന്ധിച്ചവൻ. കയറുകൊണ്ട് ഒരല് കൂട്ടി കെട്ടിയില്ലേ, ദാമോദരൻ. അങ്ങനെയാണ് ശ്രീകൃഷ്ണന് ദാമോദരൻ എന്ന് പേര് വന്നത്. എന്റെ നാട്ടിൽ ദാമോദരനെ ദാമു എന്ന് വിളിക്കും. ദാമു എന്ന് വിളിച്ചാൽ കയറേ എന്ന അർത്ഥം കേട്ടോ. ദാമോദരനെ ദാമു എന്ന് വിളിച്ചാൽ കയറേ എന്ന അർത്ഥമുള്ളൂ അല്ലേ. മുരളീകൃഷ്ണനെ മുരളി എന്ന് വിളിക്കും. മുരളി എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ്. ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണനാണ് മുരളീകൃഷ്ണൻ. അവനെ മുരളി എന്ന് വിളിച്ചാൽ ഓടക്കുഴലേ എന്ന അർത്ഥം. മനസ്സിലായില്ലേ അല്ലേ? മധുസൂദനൻ, മധു കൈടഭന്മാരെന്ന് പറയുന്ന അസുരന്മാരെ കൊന്നതുകൊണ്ടാണ് സൂദനം ചെയ്തവൻ, കൊന്നവൻ. അതാണ് കൃഷ്ണന് മധുസൂദൻ എന്ന് പേര് വിളിക്കുന്നത്. മധുസൂദനെ നമ്മുടെ നാട്ടിൽ മധു എന്ന് വിളിക്കും. മധു എന്ന് വിളിച്ചാൽ രാക്ഷസ എന്നാ വിളിക്കുന്നത്. മനസ്സിലായോ? വാക്കിന്റെ അർത്ഥം അറിയാഞ്ഞാലുള്ള കുഴപ്പമാണിത്. അപ്പോ ലംബോദരൻ, ഉയർന്ന വയറുള്ളവൻ. വിശാലാക്ഷൻ, വിശാലമായ കണ്ണുകളുള്ളവൻ. അങ്ങനെയുള്ള ഗണപതിയെ വന്ദേ അഹം, ഞാൻ വന്ദിക്കുന്നു എന്നാ പ്രാർത്ഥിക്കുന്നത്.